ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിലേക്കായി ഒരു ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സബോള ഒരെണ്ണം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബ്രെഡ് ഒരു 6 എണ്ണം എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് കൈകൊണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് മൈദയിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് മിക്സ് ചെയ്ത ഒരു ബാറ്ററാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ സബോള നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും ഇട്ട് വഴറ്റി ഒന്ന് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന ഒരു സമയം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുക. നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി തുറന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒരു 6-7 മിനിറ്റിന് ശേഷം നമ്മൾ നല്ലപോലെ അത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ തവി വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം കേട്ടോ. അത് എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ചൂടാറിയ ശേഷം കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ലൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതിന് നല്ല ടേസ്റ്റും കൂടും. അതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ ബ്രെഡ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ആവശ്യത്തിനുള്ള കറക്റ്റ് അത് ഇതായിട്ട് വന്നിട്ടുണ്ട്. 4 ടീസ്പൂൺ ബ്രെഡ് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലപോലെ ഇട്ട് നമ്മൾ കൈ വെച്ച് നല്ലപോലെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ഓരോ ഉരുളകളാക്കി എടുക്കാം. എനിക്കിവിടെ 7 എണ്ണമാണ് അങ്ങനെ ആക്കിയിട്ട് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ 2 കൈ ഉപയോഗിച്ച് ആവശ്യമായ രീതിയിലുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഷേപ്പ് റൗണ്ട് ഷേപ്പാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഓവൽ ഷേപ്പ് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള നമുക്ക് ഒരു മൂടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് നമുക്ക് അതിന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ ബാറ്ററിലേക്ക് അതൊക്കെ ഒന്ന് മുക്കിയെടുക്കാം. അത് ഓരോന്നായിട്ട് മുക്കുക. എന്നിട്ട് അതിൻ്റെ ബ്രെഡ് പൊടിയിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് പൊടിയിലിട്ട് എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ബ്രെഡ് പൊടിയുടെ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങണം കേട്ടോ. അല്ലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രെഡ് പൊടിയിൽ അതിൻ്റെ ബാറ്ററൊക്കെ അങ്ങനെ ആവുക. അതുകൊണ്ട് ഓരോ സൈഡിൽ നിന്ന് തുടങ്ങിയാൽ മതി. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കണമെങ്കിൽ നമുക്കിത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റ് വറുക്കുമ്പോൾ പൊട്ടിപ്പോവില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കട്ട്ലേറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ ബൈ, സീ യു.